മടമ്പം പൈസക്കരി ഫെറോനയുടെ ആഭിമുഖ്യത്തിൽ ഫാദർ മാത്യു വയലാമണ്ണിൽ CST നയിക്കുന്ന ബൈബിൾ കൺവെൻഷൻ പയ്യാവൂർ സെന്റ് ആൻസ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഫെബ്രുവരി 28 വൈകുന്നേരം 5 മണിക്ക് കോട്ടയം അതിരൂപത സഹായമെത്രാൻമാർ ജോസഫ് പണ്ടാരശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ ശ്രീകണ്ഠാപുരം പ്രസ് ഫോറത്തിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ മാർ മാത്യു മൂലക്കാട്ട്, മാർ ജോസഫ് ഞരളക്കാട്ട്, മാർ ജോസഫ് പ്ലാമ്പാനി എന്നീ മെത്രാപ്പൊലീത്തന്മാർ വിശുദ്ധ ബലിയർപ്പിച്ച് ആമുഖ സന്ദേശം നൽകും. എല്ലാ ദിവസവും 4:30 ജപമാലയോടെ ആരംഭിച്ച് വിശുദ്ധ കുർബാന, വചനം, പ്രഭാഷണം, ദിവ്യകാരുണ്യ ആരാധന എന്നിവയോടെ 9 മണിക്ക് സമാപിക്കും. ഉദ്ഘാടന ദിവസം ആഘോഷമായ ബൈബിൾ പ്രതിഷ്ഠയും അവസാന ദിവസം ആഘോഷമായ ദിവ്യകാരുണ്യ പ്രദക്ഷിണവും നടക്കുന്നതാണ്. ഫാദർ സജി മെത്താനത്ത്, ഫാദർ നോബിൾ ഓണംകുളം, ഫാദർ ബിബിൻ അഞ്ചേമ്പിൽ, ഫാദർ ജെയ്സൺ വാഴക്കാട്ട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നിങ്ങളുടെ മുന്നിൽ ആയിരിക്കുക. കാരണം സാധാരണ ജനങ്ങളിലേക്ക് വാർത്തകൾ കൃത്യമായി എത്തിക്കുന്നതിന് നിങ്ങൾ കാണിക്കുന്ന വലിയ ആത്മാർത്ഥതയും പരിശ്രമത്തെയും ആദ്യമായിട്ട് തന്നെ ഞാൻ അഭിനന്ദിക്കുകയാണ്. നിങ്ങളുടെ സഹായം പ്രത്യേകമായിട്ട് ഞങ്ങളുടെ പയ്യാവൂർ ബൈബിൾ കൺവെൻഷന് വേണ്ടി തേടുകയുമാണ്. ബൈബിൾ കൺവെൻഷൻ നടത്തപ്പെടുന്നത് ഈ ശനിയാഴ്ച മുതൽ ഫെബ്രുവരി 28, മാർച്ച് 1, 2, 3 തീയതികളിലായിട്ടാണ്. ഈ കൺവെൻഷൻ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഉള്ള കൺവെൻഷനിൽ നിന്ന് വ്യത്യസ്തമാണ്. 2 രൂപതകൾ, പ്രത്യേകിച്ച് 2 അതിരൂപതകൾ സംയുക്തമായി നടത്തുന്ന കൺവെൻഷനാണ്. കോട്ടയം, തലശ്ശേരി അതിരൂപതകളുടെ ആഭിമുഖ്യത്തിൽ പയ്യാവൂർ സെന്റ് ആൻസ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചാണ് കൺവെൻഷൻ നടത്തുന്നത്. ഈ കൺവെൻഷന് നേതൃത്വം കൊടുക്കുന്നത് വയനാട് ഉള്ള അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിലെ ബഹുമാനപ്പെട്ട മാത്യു വയലാമണ്ണിൽ CST അച്ഛനാണ്. അച്ഛനെക്കുറിച്ച് ഒരു വാക്ക് പറയേണ്ടതായിട്ടുണ്ട്. അച്ഛൻ ഡെയിലി ബ്ലെസ്സിങ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. ദിവസവും അദ്ദേഹത്തിൻ്റെ ബൈബിൾ പ്രഭാഷണങ്ങൾ അതിലൂടെയുണ്ട്. ഒരു ദിവസം തന്നെ ഏതാണ്ട് 6 ലക്ഷത്തിലധികം വ്യൂസ് ആണുള്ളത്. അപ്പോൾ അത്രമാത്രം പ്രസിദ്ധി ആർജിച്ച ഒരു ധ്യാനഗുരുവാണ് ഇപ്രാവശ്യത്തെ ഈ കൺവെൻഷന് നേതൃത്വം കൊടുക്കുന്നത്. അതുതന്നെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അതിനോടൊപ്പം തന്നെ 4 ദിവസങ്ങളിലായി നടക്കുന്ന ഈ കൺവെൻഷൻ്റെ ഓരോ ദിവസത്തെയും വിശുദ്ധ ബലി അർപ്പിക്കുന്നത് ഓരോ ബിഷപ്പുമാരാണ്. ആദ്യ ദിവസം കോട്ടയം അതിരൂപതയുടെ സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരി പിതാവ് മുഖ്യ കാർമ്മികത്വം വഹിക്കും. 2-ാം ദിവസം കോട്ടയം അതിരൂപതയുടെ മെത്രാപ്പൊലീത്ത മാർ മാത്യു മൂലക്കാട്ട് തിരുമേനിയാണ് വിശുദ്ധ ബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. 3-ാം ദിവസം തലശ്ശേരി അതിരൂപതയുടെ ഇപ്പോൾ വിശ്രമിക്കുന്ന ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ഞർലക്കാട്ട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. 4-ാം ദിവസം സമാപന ദിവസം തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലീത്ത മാർ ജോസഫ് പാമ്പ്ളാനിൽ പിതാവാണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. അതുതന്നെ തീർച്ചയായും ഈ ഒരു കൺവെൻഷൻ്റെ പ്രാധാന്യത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഇത്രയും ബിഷപ്പുമാർ ഈ ഒരു കൺവെൻഷനിൽ പങ്കെടുക്കുന്നു, അവരെത്രത്തോളം ഇതിനെ ഉൾക്കൊള്ളുന്നു അല്ലെങ്കിൽ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഇവരുടെ എല്ലാവരുടെയും സാന്നിധ്യം. എല്ലാ ദിവസവും വൈകുന്നേരം 4:30 പ്രാർത്ഥനയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. ജപമാല പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക് ഉള്ളത്. തുടർന്ന് 5 മണിക്ക് പിതാക്കന്മാരുടെ മുഖ്യ കാർമ്മികത്വത്തിലുള്ള വിശുദ്ധ ബലി. തുടർന്ന് 6:30 കൂടിയാണ് വചനപ്രഘോഷണം ആരംഭിക്കുന്നത്. രാത്രി 9 മണിക്ക് പരിപാടികൾ തീരത്തക്ക രീതിയിലാണ് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളോട് സൂചിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പയ്യാവൂർ ടൗൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്പം ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ടും മറ്റുള്ളവർക്കുണ്ടാകാത്ത രീതിയിൽ എല്ലാം വളരെ ഭംഗിയായി ക്രമീകരിക്കുന്നതിന് വേണ്ടി 9 കമ്മിറ്റികളെ ഞങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. കമ്മിറ്റികൾ ഞാൻ പറയുകയാണെങ്കിൽ പബ്ലിസിറ്റി കമ്മിറ്റിയുണ്ട്, ഫൈനാൻസ് കമ്മിറ്റിയുണ്ട്, ലൈറ്റ് ആൻഡ് സൗണ്ട്, ട്രാൻസ്പോർട്ടേഷൻ, വോളണ്ടിയേഴ്സ്, ലിറ്റർജി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ട്, ഫുഡ്, പാർക്കിംഗ്. ഇങ്ങനെ 9 കമ്മിറ്റികൾ വിപുലമായ രീതിയിൽ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. വോളണ്ടിയേഴ്സ് ഏതാണ്ട് 250ഓളം വോളണ്ടിയേഴ്സിനെയാണ് ഇതിനുവേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. കാരണം ഒരു രീതിയിലുമുള്ള ബുദ്ധിമുട്ടുകൾ മറ്റാളുകൾക്കൊന്നും ഉണ്ടാകാത്ത രീതിയിൽ കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പാർക്കിങ്ങിനുള്ള ക്രമീകരണങ്ങൾ ഇതിനകം തന്നെ കണ്ടെത്തി കഴിഞ്ഞു. അതുപോലെ തന്നെ
ഈ ഒരു കൺവെൻഷനുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കൺവെൻഷനിൽ വരുന്നവരെ കൊണ്ടുവരുന്നതിനും കൊണ്ടുപോകുന്നതിനും വാഹന ക്രമീകരണങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. വൈകുന്നേരം ആളുകളെ കൊണ്ടുവരുന്നതിനും രാത്രിയിൽ അതിനുശേഷം തിരികെ സേഫായിട്ട് അവരെ അതാത് ഇടവകകളിൽ എത്തിക്കുന്നതിനുമുള്ള വാഹന ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ വാഹനങ്ങളിൽ തന്നെ ലീഡേഴ്സ് ഉണ്ട്. ഓരോരുത്തരും ഇറങ്ങേണ്ട സ്ഥലങ്ങളിൽ ആളുകളെ ഇറക്കി സുരക്ഷിതമായി അവരെ വീടുകളിൽ എത്തിക്കുക എന്നുള്ളതാണ്. കാരണം കൂടുതലും നമുക്കറിയാം പ്രായമായവരൊക്കെ ആയിരിക്കാം കൂടുതൽ വരുന്നത്. അപ്പോൾ അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ അവരെ വീടുകളിൽ തിരികെ എത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്.